Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് വർക്ക് സ്റ്റഡി. വർക്ക് എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് വർക്കിനെ സ്റ്റഡി ചെയ്യുന്നത്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വർക്ക് സ്റ്റഡി ഈസ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓഫ് മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഈ മൂന്നിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ഷുഡ് സ്റ്റഡി ദ വർക്ക്. എന്താണ് വർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. The aim of work study is to determine the best method of performing each operation and to eliminate wastage so that production increases with less fatigue. The main aim, work studyയുടെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് ഓഫ് പെർഫോമിങ്, അതിലത്തെ ഓരോ ഓപ്പറേഷനും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനും വേസ്റ്റേജ് കുറയ്ക്കാനും അതുവഴി പ്രൊഡക്ഷൻ കൂടുതലാക്കാനും നമുക്ക് ടയേർഡ്നെസ് ഇല്ലാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വർക്കിനെ സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്നത്. ദ വർക്ക് സ്റ്റഡി ഈസ് ഓൾസോ യൂസ് ടു ഡിറ്റർമിനിങ് ദ സ്റ്റാൻഡേർഡ് ടൈം. ഒപ്പം തന്നെ എന്താണ് വേണ്ടത്? ഓരോ പ്രൊഡക്ഷനും വേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യാൻ. ദാറ്റ് ക്വാളിഫൈഡ് വർക്കർ ഷുഡ് ടേക്ക് പെർഫോം ദ ഓപ്പറേഷൻ വെൻ വർക്കിംഗ് അറ്റ് എ നോർമൽ പ്ലേസ്. ഒരു നോർമൽ പ്ലേസിൽ നല്ല സ്കിൽഡ് ആയിട്ടൊരു ഓപ്പറേറ്റർ അത് വർക്ക് ചെയ്യുമ്പോൾ, പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് അറിയാനും നമുക്ക് വർക്ക് സ്റ്റഡി അത്യാവശ്യമാണ്. അപ്പോൾ വർക്ക് സ്റ്റഡിയുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കി. സോ വാട്ട് ഇസ് എന്താണ് വർക്ക് സ്റ്റഡി? അക്കോർഡിംഗ് ടു ILO, International Labour Organization, work study is a term used to embrace the techniques of method study and work measurement. രണ്ട് കാര്യങ്ങളെയാണ് അവിടെ മെയിനായിട്ട് പറഞ്ഞത്. വർക്ക് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റിൻ്റെയും ടെക്നിക്കിനെയാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വിച്ച് ആർ എംപ്ലോയ്ഡ് ടു എൻഷുർ ദ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ മെഷീൻസിനെ യൂട്ടിലൈസ് ചെയ്യാനും ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനൊക്കെ വർക്ക് സ്റ്റഡി ആവശ്യമാണ്. വർക്ക് സ്റ്റഡി ഈസ് എ ടൂൾ ഓർ ടെക്നിക് ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവിംഗ് ദ അനലിറ്റിക്കൽ സ്റ്റഡി ഓഫ് എ ജോബ് ഓർ ഓപ്പറേഷൻ. ഒരു ജോബിനെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നമ്മൾ അനലിറ്റിക്കലി നമ്മൾ സ്റ്റഡി ചെയ്യുക. അത് മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു ടൂളാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡി ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നല്ല കൃത്യമായിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് സ്റ്റഡി? എന്താണ് വർക്ക് സ്റ്റഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുക. ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി, നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ സാധിക്കുക. ടു ചൂസ് ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ടു ഡു എ ജോബ്. ഒരു ജോബ് ഏറ്റവും വേഗതയിൽ നല്ല രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ടു ഇംപ്രൂവ് ദ വർക്കിംഗ് പ്രോസസ്സ്, നമ്മുടെ വർക്കിംഗ് പ്രോസസ്സിനെ ഒന്നുകൂടിയിട്ട് നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാം. ലെസ് ഫാറ്റിക് ടു ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു ക്ഷീണവും തോന്നാത്ത രീതിയിൽ തന്നെ നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാം. ഇഫക്റ്റീവ് ലേബർ കൺട്രോൾ, നല്ല രീതിയിൽ നമ്മുടെ ലേബേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. നല്ല രീതിയിൽ തന്നെ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ടു പേ ഫെയർ വേജസ്, നല്ല രീതിയിലുള്ള വേജസും എംപ്ലോയീസിന് കൊടുക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് വർക്ക് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എത്ര തരത്തിൽ വർക്ക് സ്റ്റഡി ഉണ്ട്? രണ്ട് തരത്തിലാണ് വർക്ക് സ്റ്റഡി ഉള്ളത്. ഒന്ന് മെത്തേഡ് സ്റ്റഡിയും രണ്ടാമത്തെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ്, അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് and the proposed way of doing work and the development and application of easier and more effective method. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും അനലൈസ് ചെയ്യുകയും ക്രിട്ടിക്കലി അതിനെ എക്സാമിൻ ചെയ്യുക, നിലവിലുള്ള സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിനെ, ആൻഡ് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക, ആൻഡ് ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, വളരെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ടു അനലൈസ് ദ വർക്ക്. കൃത്യമായിട്ടൊരു വർക്കിനെ അനലൈസ് ചെയ്യുക, അൺനെസസറി ഓപ്പറേഷൻസിനൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ഇതിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്.
ILOന്റെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്തിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്? എ ടെക്നിക് ഫോർ ഡിറ്റർമിനിങ് ആസ് ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ ഫ്രം എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ദ ടൈം നെസസറി ടു ക്യാരി ഔട്ട് എ ഗിവൺ ആക്ടിവിറ്റി അറ്റ് എ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ ടൈം സ്റ്റഡി എന്ന് പറയുന്നത് ദാറ്റ്സ് ആർട്ട് ഓഫ് ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിംഗ് ടൈം റിക്വയർഡ് ടു ഡു ഈച്ച് ഡീറ്റെയിൽഡ് എലമെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ. ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ്റെ ഓരോ എലമെന്റ്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ട റിക്വയർഡ് ടൈമിനെ റെക്കോർഡ് ചെയ്യുകയോ ഒബ്സർവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ആർട്ട് തന്നെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. What is motion study? On the other hand, is the study of the body motion used in performing an operation. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം എത്ര തവണ അവിടെ ചലിപ്പിക്കേണ്ടി വരുന്നു, വിത്ത് ദ തോട്ട് ഓഫ് ഇംപ്രൂവിങ് ദ ഓപ്പറേഷൻ ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി മോഷൻ. അപ്പോൾ നല്ല രീതിയിൽ ആ ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ അവിടെ ഒഴിവാക്കുകയും ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുകയും ആൻഡ് നല്ലൊരു ഫേവറബിൾ മോഷൻ സീക്വൻസ് മാക്സിമം എഫിഷ്യൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മെത്തേഡ് സ്റ്റഡിയും ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയും. ഇനി എന്താണ് വർക്ക് സ്റ്റഡിയുടെ അഡ്വാൻറ്റേജ്? നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതേപോലെ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ സ്മൂത്ത് പ്രൊഡക്ഷൻ ഫ്ലോ വിത്ത് മിനിമം ഇൻട്രപ്ഷൻസ്. ചെറിയ രീതിയിലൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല വൻ തോതിലുള്ള തടസ്സങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ്. രണ്ടാമത്തെ, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളിവിടെ വേസ്റ്റേജ് അൺനെസറി ഓപ്പറേഷനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് ബെറ്റർ വർക്കർ മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പ്. നല്ല രീതിയിൽ അവിടുത്തെ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമാകുന്നു. ഇറ്റ് അസിസ്റ്റ് ഇൻ മീറ്റിംഗ് ദ ഡെലിവറി കമ്മിറ്റ്മെൻറ്റ്. കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് റിജക്ഷൻസ് ആൻഡ് സ്ക്രാപ്പ്. പരമാവധി നമുക്കത് റിജക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ക്രാപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. നല്ല രീതിയിൽ തന്നെ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഇംപ്രൂവിങ് അപ്പോൺ ദ എക്സിസ്റ്റിംഗ് പ്രോസസ്സ്. നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിക്കാനും. ആൻഡ് മെത്തേഡ്സ് ഹെൽപ്സ് ഇൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. നമ്മൾക്ക് ആ വർക്കിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും ഏറ്റവും ചുരുങ്ങിയ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയവും ആളുകളും വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നു. സോ ദിസ് ഇസ് എ സ്മോൾ ടോപ്പിക്, വർക്ക് സ്റ്റഡി. എന്താണ് വർക്ക് സ്റ്റഡി? ആ വർക്ക് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, എത്ര തരത്തിലുണ്ട്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇനി ഇതിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടൈപ്സ് പഠിക്കാൻ പോകും. ഫസ്റ്റ് വൺ, മെത്തേഡ് സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അനലൈസ് ചെയ്യുക. മെത്തേഡിനെ, ഒരു ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അനലൈസ് ചെയ്യുക, ഇൻക്ലൂഡിങ് അവിടെ ഹ്യൂമൻ മൂവ്മെൻറ്റ്സ് അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ദ മെത്തേഡ്സ് ഇൻവോൾവ് ഇൻ വർക്ക് ഫ്ലോ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ വർക്ക് ഫ്ലോയിൽ എന്തൊക്കെ തരത്തിലുള്ള മെത്തേഡ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതിനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ഡൂയിങ് ദ വർക്ക് ഇൻ എ ബെറ്റർ വേ. ഒരു വർക്ക് എത്ര നല്ല രീതിയിലാണ് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അതും കുറഞ്ഞ സമയത്തിലും കുറഞ്ഞ പ്രവൃത്തി കൊണ്ടും കുറഞ്ഞ എഫേർട്ടും എടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ് ഒബ്ജക്റ്റീവ്സ്, ഈ മെത്തേഡ് സ്റ്റഡിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് കറണ്ട് പ്രോസസ്സ്, ഇപ്പം നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സും പ്രൊസീജിയറിനെയൊക്കെ ഒന്നുകൂടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ടു ആഡ് വാല്യൂ ടു ദ ഓപ്പറേഷൻ അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന് കുറച്ചുകൂടി വാല്യൂ ആഡ് ചെയ്യാൻ പറ്റാം. ഇവാലുവേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ എക്സസ് വർക്ക് കണ്ടന്റ്. എക്സസ് ആയിട്ടുള്ള വർക്ക് കണ്ടന്റിനൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇംപ്രൂവിങ് ദ ഫാക്ടറി ആൻഡ് ദ വർക്ക് പ്ലേസ് ലേ ഔട്ട്. ഇനി നമുക്ക് ഫാക്ടറിയിലോ വർക്കിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ചെയ്യാം. ഇംപ്രൂവിങ് ദ യൂസ് ഓഫ് മെറ്റീരിയൽസ്, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ആൻഡ് മാൻ പവറിനെയും എക്യുപ്മെൻറ്റും പ്ലാന്റും മെറ്റീരിയലും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം. റെഡ്യൂസിങ് ദ മൊണോട്ടണി ഓഫ് വർക്ക് ആൻഡ് സ്മൂത്തൻ ദ മെറ്റീരിയൽ. നമ്മുടെ വർക്കിൽ ആ ഒരു മൊണോട്ടണി ആയിട്ടുള്ള ഒരു അവസ്ഥ, നമ്മൾ ഒരേ കാര്യം ചെയ്ത് തന്നെ അതിൽ നമ്മൾ
അതിനോട് തന്നെ ഒരു വിരക്തി വരുന്ന ഒരു അവസ്ഥ, അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫ്ലോ വിത്ത് മിനിമം ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ദസ് ഇംപ്രൂവിങ് ലേ ഔട്ട്. മിനിമം ബാക്ക് ട്രാക്കിംഗ് ആ ഒരു ഫ്ലോയിലൂടെ പോവുക, അതുപോലെ ലേ ഔട്ടിനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് മെത്തേഡ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി. നെക്സ്റ്റ് വി മൂവ് ടു പ്രൊസീജിയേഴ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി. എങ്ങനെയാണ് മെത്തേഡ് സ്റ്റഡിയുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? കുറേ സ്റ്റേജസ് ആയിട്ടാണ് അത് വർക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെലക്ട് ദ ടാസ്ക്സ്. The first stage of method study is the selection of an appropriate task for study. നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എത്ര ടാസ്കുകൾ ഉണ്ട്, അപ്രോപ്രിയേറ്റ് ടാസ്ക് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക. ടാസ്ക് ക്യാൻ ബി സെലക്റ്റഡ്. ഇനി ആ ടാസ്ക് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണത്? ഓൺ ദ ബേസിസ് ഓഫ് ഡിലേ വരുന്ന ടാസ്കുകൾ, അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് വരുന്ന ടാസ്കുകൾ, കപ്പാസിറ്റി പ്രോബ്ലംസ് വരുന്നത്, ക്യൂസ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഐഡിൽ ടൈം ഉണ്ടാവുന്ന, ബോട്ടിൽ നെക്സ്, ക്വാളിറ്റി പ്രോബ്ലം, ഹൈ കോസ്റ്റ് ആൻഡ് കൺട്രോൾ ഡിഫിക്കൽട്ടീസ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഉള്ള പ്രോബ്ലം ഏതാണോ, ടാസ്ക് ഏതാണോ, അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള ഡാറ്റ കൊടുക്കുക, നോർമൽ മോണിറ്ററിങ്ങും കൺട്രോൾ പ്രോസസ്സും ഒക്കെ എന്താ നോക്കുക, ഡിസാറ്റിസ്ഫാക്ഷൻ ഹൈ ലെവൽ ഉണ്ടോ, കംപ്ലൈൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് പോളിസി, പ്രാക്ടീസ്, ടെക്നോളജി, അതേപോലെ തന്നെ ആൻഡ് യൂഷ്വലി ബിക്കോസ് ഇറ്റ് മീറ്റ് സർട്ടൺ കണ്ടീഷൻസ് ഓഫ് ഏർജൻസി ആൻഡ് പ്രയോറിറ്റിക്കോ ഏർജൻസിക്കോ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടാസ്ക് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. സെക്കൻഡ് അത് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലയിലത്തെ ഒരു ടാസ്കിനെ നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക ആ ടാസ്കിനെ. ദിസ് പ്രോസസ് ഈസ് സംടൈംസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഓഫ് മെത്തേഡ് സ്റ്റഡി. ചില സമയത്ത് മെത്തേഡ് സ്റ്റഡിയുടെ ഡിഫറെൻ്റ് ആയാലും ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഏതൊരു മെത്തേഡ് സ്റ്റഡിയുടെ മുന്നേയും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ക്ലിയർ ടേംസും റെഫറൻസും, അതായത് ഡിഫൈൻ ദ എയിം അറിയണം, സ്കെയിൽ അറിയണം, സ്കോപ്പ്, കൺസ്ട്രെയിൻറ്റ്, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ഹൂ ഫേസസ് ദ പ്രോബ്ലം, ആരാൾക്കാണ് ഈ പ്രശ്നം ഉള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, സിറ്റുവേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ആൻഡ് ദിസ് മേ ലീഡ് ടു ഡിബേറ്റ് ഓൺ എയിംസ് ഓഫ് ദ പ്രോജക്റ്റ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ എയിംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിബേറ്റ് വരെ ചിലപ്പോൾ പോവാം. ഓൺ റിപ്പോർട്ടിംഗ് മെക്കാനിസം, ഫ്രീക്വൻസീസ് ആൻഡ് ഓൺ ദ മെഷർ ഓഫ് സക്സസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, രണ്ടാമത് അതിനെ ഡിഫൈൻ ചെയ്തു, മൂന്നാമത് റെക്കോർഡ് ദ ഫാക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് സ്റ്റഡീനെ ബേസ് ചെയ്തുകൊണ്ട് സഫീഷ്യൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യണം. അത് ക്വാളിറ്റേറ്റീവും വേണം, ക്വാണ്ടിറ്റേറ്റീവും വേണം. എന്നിട്ട് അതിൻ്റെ ഇവാലുവേഷനും ഒരു എക്സാമിനേഷനും ഒക്കെ നടത്തുക. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ടെക്നിക്സ് അവൈലബിൾ ഫോർ റെക്കോർഡിംഗ് ഫാക്റ്റ്. ഒത്തിരി ടെക്നിക്കുകളുണ്ട് നമുക്കിതെല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളത് നമ്മൾ ആ വർക്ക് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുക. അതിൻ്റെ എത്രത്തോളം ഡീറ്റെയിൽസ് റിക്വയർഡ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്. ദീസ് ടെക്നിക്സ് നോർമലി ഇൻക്ലൂഡ് സിമ്പിൾ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ചാർട്ടും ഡയഗ്രം ഒക്കെയാണ്. പക്ഷേ അത് സപ്ലിമെൻറ്റഡ് ബൈ ഫോട്ടോഗ്രാഫിക് ആൻഡ് വീഡിയോ റെക്കോർഡിങ്ങോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സിമ്പിൾ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാം ഒഴികെ മെത്തേഡ് സ്റ്റഡി ഓഫൺ ഇൻവോൾവ്സ് ദ കൺസ്ട്രക്ഷൻ അനാലിസിസ് മോഡൽ, കമ്പ്യൂട്ടറൈസ്ഡ് സിമുലേഷൻസ് വിത്ത് എ വ്യൂ ടു റെക്കോർഡ് ആൻഡ് റെപ്രസെൻറ്റ് ദ സിറ്റുവേഷൻസ് ടു ഫുൾ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുക മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഓഫ് ദ മോഡൽസ് ലീഡ് ടു ന്യൂ ഐഡിയാസ് ഫോർ ഡെവലപ്മെൻറ്റ്. കൃത്യമായിട്ട് ഇതിനെന്താ മാനിപ്പുലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനൊക്കെ നടത്തുമ്പം ചിലപ്പോൾ ന്യൂ ഐഡിയാസൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, രണ്ടാമത് ഡിഫൈൻ ചെയ്തു, മൂന്നാമത് ഫാക്റ്റുകളൊക്കെ റെക്കോർഡ് ചെയ്തു. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞാൽ എക്സാമിൻ ദ ഇൻഫർമേഷൻ. ആ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ എക്സാമിൻ ചെയ്തു. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡീറ്റെയിൽസിനെ നമ്മൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാം. അതിന് ഫോർമുലൈസ്ഡ് versions of the process are critical examination ആൻഡ് സിസ്റ്റം അനാലിസിസ്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഓവറോൾ സിസ്റ്റം ഓഫ് വർക്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ചേഞ്ചിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ദിസ് ക്യാൻ ബി ഡൺ ത്രൂ എ സ്ട്രക്ചേർഡ് ക്വസ്റ്റനിങ് പ്രോസസ്സ്. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എക്സാമിൻ ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഘടനയോടുകൂടിയുള്ള ക്വസ്റ്റനിങ് പ്രോസസ്സ് ഇവിടെ ആവശ്യമാണ്. ദ പേഴ്സൺ ഹൂ കണ്ടക്ട്സ് മെത്തേഡ് സ്റ്റഡി, ആരാണോ ഈ മെത്തേഡ് സ്റ്റഡി ചെയ്യുന്നത്
ചെയ്യുന്നത് അവർക്ക് ആ ഒരു പ്രോസസ്സ് എക്സാമിൻ ചെയ്യുക, റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെ എക്സാമിൻ ചെയ്യുക ബൈ ആസ്കിങ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ചോദിക്കും. ആൻഡ് ഓൾ ഓഫ് ദം ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. അതിന് കൃത്യമായിട്ടൊരു എന്താ പറയുക സീക്വൻസ് ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വരിക. ആൻഡ് എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് മോർ ക്ലോസ്ലി ദ ജോബ് ഈസ് എക്സാമിൻഡ് ആൻഡ് കൺസിഡേർഡ് ദ ഈസിയർ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈ പോസിബിൾ ഓൾട്ടർനേറ്റീവ് ആൻഡ് മോർ ഇഫക്റ്റീവ് മെത്തേഡ്സ്. എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൂടുതൽ ആ ജോബുമായിട്ടൊന്ന് നമുക്ക് ക്ലോസ് ആവാനും അതിലൂടെ നമുക്ക് എക്സാമിൻ ചെയ്യുക. ആൻഡ് ഏറ്റവും ഈസിയർ ആയിട്ട് എങ്ങനെ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ടാസ്ക് സെലക്ട് ചെയ്ത് ഡിഫൈൻ ചെയ്ത് റെക്കോർഡ് ചെയ്തു, എക്സാമിൻ ചെയ്തു ഇൻഫർമേഷനെ. പിന്നെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്, ഒരു പുതിയ മെത്തേഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയാണ്? ദ എക്സാമിൻ സ്റ്റേജ് മെർജസ് ഇൻ ടു ഡെവലപ്പ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണോ എക്സാമിൻ ചെയ്ത് കണ്ടെത്തിയത് അത് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു മെത്തേഡിലേക്ക് പോവുകയാണ്. തെറോ അനാലിസിസ് ലീഡ്സ് ടു ഓട്ടോമാറ്റിക്കലി ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് ചേഞ്ച്. കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ദ എയിം ഹിയർ ഈസ് ടു ഐഡൻറ്റിഫൈ പോസിബിൾ ആക്ഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് സബ്ജക്ട് ടു ദിസ് ടു ഇവാലുവേഷൻ ഇൻ ഓർഡർ ടു ഡെവലപ്പ് പ്രിഫേർഡ് സൊല്യൂഷൻ. നല്ല രീതിയിൽ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ് പറയുന്നത്. സംടൈംസ് ഇറ്റ് ഈസ് നെസറി ടു ഐഡൻറ്റിഫൈ. ചില സമയത്ത് നമുക്ക് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സൊല്യൂഷൻസ് ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാം. വൈ ലോങ് ടേം ചേഞ്ചസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് കം ടു ആൻ എൻഡ്. എന്താണോ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് അവസാനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ന്യൂ മെത്തേഡ്സ് റിക്വയർ നോളജ് ഓഫ് പോസിബിലിറ്റീസ്. ചിലപ്പോൾ പുതിയ മെഷീനറി ആവാം, അല്ലെങ്കിൽ റിമൂവിങ് എ സ്റ്റേജ് ഇൻ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും, റീ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സോ വേറൊരു വ്യക്തിയോ ആയിരിക്കണം ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പുതിയ മെത്തേഡ്സൊക്കെ അനലൈസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, സ്റ്റാഫ്സിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് 6th പോയിന്റിൽ പറയുന്നത് ഇൻസ്റ്റലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. പുതിയൊരു മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, നടപ്പിൽ വരുത്തുക. ദ സക്സസ് ഓഫ് എനി മെത്തേഡ് സ്റ്റഡി എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിരിക്കുക? വെൻ ആക്ച്വൽ ചേഞ്ച് ടു പുട്ട് ടു യൂസ്. അതിനെ ആക്ച്വൽ ചേഞ്ചിനെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുക. ഇൻസ്റ്റാൾ ഫേസ് എന്നാണ് അതിന് പറയുക. തിയററ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈസിയാണ്, നമുക്കൊരു തിയറി യൂസ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷേ മേക്കിംഗ് റിയൽ ചേഞ്ച് റിക്വയർഡ് എവിടെയാണ്? കെയർഫുൾ പ്ലാനിങ്ങിലും അതേപോലെ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ സിറ്റുവേഷൻ ആൻഡ് അണ്ടർ റിവ്യൂ. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ വരുന്ന പീപ്പിളിനെ നമ്മൾ വ്യക്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാം. ദേ മേ നീഡ് റീ അഷ്വറിങ് ട്രെയിനിങ്. അവർക്ക് ഒന്നുകൂടി റീഅഷ്വർ ചെയ്യുക, റീട്രെയിനിങ് കൊടുക്കുക. സപ്പോർട്ടിങ് ത്രൂ അക്വിസിഷൻ ഓഫ് ന്യൂ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ അക്വയർ ചെയ്യാം. ചില കേസസിൽ ഇൻസ്റ്റലേഷൻ വിൽ റിക്വയർ എ പാരലൽ റണ്ണിങ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം. ചിലപ്പോൾ ഓൾഡ് സിസ്റ്റവും പോകുന്നുണ്ടാവും, ഒപ്പം തന്നെ ന്യൂ സിസ്റ്റം ഒരേ സമയം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ പുതിയ മെത്തേഡ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് പ്ലാനും ബഡ്ജറ്റും ഒക്കെ ഉണ്ടാക്കണം. ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് ബഡ്ജറ്റാണ് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് ദ ന്യൂ മെത്തേഡ്. പിന്നെ ആ പുതിയ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് നന്നായി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. സംടൈംസ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ വർക്കിംഗ് മെത്തേഡ് ഇറ്റ് ഈസ് നെസറി ടു ചെക്ക് ദാറ്റ് ന്യൂ മെത്തേഡ് ഈസ് വർക്കിംഗ് ആൻഡ് ഇറ്റ് ഹാസ് ബ്രോട്ട് അബൌട്ട് ദ ഡിസൈർഡ് റിസൾട്ട്. പുതിയതായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതുവഴി അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഡിസൈഡ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിനെയാണ് മെയിൻറ്റെയിൻ ഫേസ് എന്ന് പറയുന്നത്. മെത്തേഡ് ഡ്രിഫ്റ്റ് ഈസ് കോമൺ ഫിനോമിനൻ ബിക്കോസ് പീപ്പിൾ മേ സ്റ്റാർട്ട് ടു ഐദർ ഗോ ബാക്ക് ടു ഓൾഡ് വേസ് ഓഫ് വർക്കിംഗ് ഓർ ഇൻട്രൊഡ്യൂസ് ന്യൂ ചേഞ്ചസ്. നമ്മളൊരു വർക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ചിലപ്പം ആ ആളുകൾ ഉപയോഗിക്കുന്ന പഴയ മെത്തേഡ് മതിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സം ഓഫ് ദീസ് മേ ബി ഹെൽപ്ഫുൾ വൈൽ അതേഴ്സ് മേ ബി ഇൻഎഫിഷ്യൻ്റ് ഓർ അൺസേഫ്. ചില ആളുകൾക്ക് ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കാം, ചിലവർക്ക് അത് അൺസേഫോ ഇൻഎഫിഷ്യൻ്റോ ആവാം. എ മെത്തേഡ് ഓഡിറ്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഓഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ഡിഫൈൻഡ് മെത്തേഡും
ഐഡൻറ്റിഫൈ സച്ച് പ്രോബ്ലംസ്. ആ മെത്തേഡിനെ ഡിഫൈൻ ചെയ്ത് ഒരു ഓഡിറ്റ് വഴി കണ്ടെത്താനും അതേപോലത്തെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നു. പുതിയ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ന്യൂ സീക്വൻസ് ഓഫ് ഓപ്പറേഷനും എവറി മെമ്പർ ഓഫ് ദ ഓപ്പറേഷൻ ടീം നീഡ്സ് ടു ബി കമ്മിറ്റഡ് ടു ദ ന്യൂ മെത്തേഡ്. ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സും ആ ഒരു മെത്തേഡിനോട് കമ്മിറ്റഡ് ആയിരിക്കാം. ഈ ഒരു പ്രോസസ് ചാർട്ട് ഇതിന് വേണ്ടിയിട്ട് നീഡ്സ് ടു ബി അപ്ഡേറ്റഡ് വിത്ത് എ ന്യൂ മെത്തേഡ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ മോഡിഫൈഡ്. നമുക്ക് എന്താണോ പുതിയ മെത്തേഡിലേക്ക് വേണ്ടത് അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഹിറ്റ് ടീം നീഡ്സ് ടു ബി റെഡി ടു ജമ്പ് ഇൻ ടു ആക്ഷൻ. അപ്പോൾ അതിൽ ഏതാണോ ആ ടീം അവർ പെട്ടെന്ന് തന്നെ അത് ആക്ഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദ ന്യൂ മെത്തേഡ് ഷുഡ് ബി ഫോർമലി റിവ്യൂഡ്. ആ മെത്തേഡ് നമ്മൾ ഫോർമലായിട്ട് തന്നെ റിവ്യൂ ചെയ്യുക, പെർഫോമൻസ് കമ്പയർ ചെയ്യുക ഏത് പ്രീവിയസ് മെത്തേഡുമായിട്ട്. ആ മെത്തേഡ് ചാർട്ട് ഫോം പാർട്ട് ഓഫ് ദ ഫേംസ് ഡോക്യുമെൻറ്റേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് വെൻ ചേഞ്ചസ് ടു ദ ക്വാളിറ്റി അഷ്വേർഡ് പ്രോസസ് ഒക്കെ എന്നിട്ട് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് പറയുന്നതിലേക്ക് ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ ചാർട്ടിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സിസ്റ്റം സോഫ്റ്റ്വെയർ വിത്ത് ഇൻ്റഗ്രേറ്റഡ് ചാർട്ടിംഗ് ഫെസിലിറ്റി മേക്ക് ദിസ് റെഡിലി പോസിബിൾ. നല്ല രീതിയിലുള്ള ക്വാളിറ്റി സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതിനോടുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത ചാർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വളരെ പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത വാട്ട് ഇസ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സ്, മെത്തേഡ് സ്റ്റഡിയും ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയും. ഇനി എന്താണ് വർക്ക് സ്റ്റഡിയുടെ അഡ്വാൻറ്റേജ്, ഇനി അതിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് സ്റ്റഡി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് സ്റ്റഡി, എന്താണ് മെത്തേഡ് സ്റ്റഡി എന്നുള്ളതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ, ആദ്യം നമ്മൾ ആ ടാസ്ക് സെലക്ട് ചെയ്തു, അതിനെ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം റെക്കോർഡ് ചെയ്തു ആ ഫാക്റ്റുകളെ, എക്സാമിൻ ചെയ്യുക ഇൻഫർമേഷന്, പുതിയൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക. ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിന് മെയിൻറ്റെയിൻ ചെയ്യുക. അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.